ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. അതായത് ഹെൽത്തിയുമാണ്, എന്നാൽ ചപ്പാത്തിക്കും നെയ്ച്ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. പുട്ടിന് ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പം ആദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഈ ചെമ്മീൻ ഒന്ന് വൃത്തിയാക്കി എടുത്തോണ്ട് വരണം. അതുപോലെ തന്നെ ഇതാ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് എന്നാന്നറിയോ? പുളിയില, പച്ചക്കുരുമുളക്, കാന്താരി, ഇതൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് അരയ്ക്കുകയും വേണം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം. നമുക്ക് ഈ ഇലയിലെ പുളിയുടെ തളിരില ഇങ്ങനെ എടുക്കണേ. പുളിയില എല്ലാം ദാ ഇങ്ങനെ ആക്കി വെച്ചു. പിന്നെ പച്ചക്കുരുമുളകിൻ്റെ തിരിയൊക്കെ കളഞ്ഞ് കുരുമുളക് തന്നെ ആക്കാവേ. കൊടിയേൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് അങ്ങനെ കിട്ടിയതാ. ഇതാ കാന്താരി. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ടാക്കാവേ. ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ ഇതാ കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഉപ്പും കൂടെ ആക്കി ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്നറിയോ? ഇനി നമുക്ക് പുളിയിലയും ദാ കുരുമുളകും കാന്താരിയും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ അരയ്ക്കുന്നതിനകത്തേ ചെറുനാരങ്ങ നീരും കൂടെ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് വേണം നമുക്ക് അരയ്ക്കാനേ. ഇത് നന്നായിട്ട് എന്നിട്ട് അരച്ചെടുത്തോണ്ടിങ്ങി വരാവേ. ഇവിടെ മസാല അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പുളിയിലയും കാന്താരിയും കുരുമുളകും ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മിക്സില്ലേ കുറച്ചെടുത്ത് നമ്മുടെ മീനയിലൊന്ന് പുരട്ടണം. നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണേ. ഇതൊരു 1/2 മണിക്കൂർ അവിടെ ഇരിക്കണം കേട്ടോ. ഇതിപ്പോൾ ചെമ്മീനാണെന്ന് നിർബന്ധമില്ല, ഏത് മീനിലും ചെയ്യാം. ആഗോലിയോ കരിമീനോ ഐക്കൂറ എന്ത് മീനിലാണേലും ഇത് ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ചെമ്മീൻ കിട്ടിയപ്പോൾ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നല്ലത് കരിമീനാണ്. 1/2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഇതായി പോകരുതേ. ഇങ്ങനെ ഈ പരുവത്തിൽ ഇങ്ങനെ എടുക്കണം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കുറച്ച്. ഇത്രയും ചെമ്മീനല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച്. ഒരു സവോളയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് വേണം മീനിൻ്റെ എണ്ണം കൂട്ടാനും. പിന്നെ അതിൻ്റെ സവോളയെക്കാട്ടിലും ചെറിയുള്ളി ഒന്നുകൂടെ നല്ലതാണ്. പക്ഷെ നമ്മളിപ്പോൾ സവോളയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കുറച്ച് മസാലയില്ലേ, 2ാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാവേ. കുറച്ച് തേങ്ങാപ്പാലേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് മീനല്ലേ ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. 2ാം പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പം ഇതാ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂടി വെച്ച് ചെറു തീയിലൊന്ന് വേവിക്കണം. രണ്ടാം പാലിനകത്ത് കിടന്ന് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബാക്കിയും കൂടെ ഒന്ന് വെന്തു കേട്ടോ. ശാലോ ഫ്രൈ ചെയ്തല്ലായിരുന്നു. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കുന്ന ഒരു പണിയും കൂടെ ഉള്ളൂ. 1-ാം പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു.
ചെറുതായിട്ടൊന്ന് തിള വന്നോട്ടെ. എന്നിട്ട് ഇനിയില്ലേ ഇതൊന്ന് കുറുകും കേട്ടോ. ഇരുന്ന് എരിവും കാന്താരിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ എരിവും. നമ്മുടെ കറിയിൽ ചെറിയ തിള വന്നപ്പം നമ്മൾ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു. ഇനിയില്ലേ വേണമെങ്കിൽ 2 കറിവേപ്പിലൊക്കെ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നോക്കിയേ. ഈ ഒരു കളറ് കിട്ടണം കേട്ടോ. ഒരു ചെറിയ പച്ച മഞ്ഞ കയറി വരുന്ന ഒരു കളറ്. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. കരിമീനിലോ അല്ലെങ്കിൽ ഐക്കൂറയിലോ അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ടോ. നോക്കിയേ, നല്ല ഒരു അടിപൊളി ഒരു കറിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതെന്നാന്നറിയോ, ഇതൊരു നാടൻ കറിയും കൂടിയാണ്. നല്ല ഹെൽത്തിയാണ്. തേങ്ങാപ്പാലിൻ്റെ ഒരു ചെറുമധുരവും കാന്താരിയുടെ ഒരു എരിവും പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റും പുളിയിലയും എല്ലാം കൂടെ ഒത്തു വരുമ്പോൾ ഒരു അടിപൊളി കറി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എന്നിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.